ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമാണ് അട ഉണ്ടാക്കണം എന്ന്. അങ്ങനെ ഇന്ന് അതിന് പറ്റിയൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു. നല്ലൊരു മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഏകദേശം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം അരിപ്പൊടി വാങ്ങി, ശർക്കരപ്പൊടി വാങ്ങി. അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് തേങ്ങ അരച്ച് കൊണ്ടുവരാൻ പറഞ്ഞു, തേങ്ങ ചിരവി കൊണ്ടുവരാൻ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മെല്ലെ ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നു, അതൊക്കെ വൃത്തിയാക്കി. പിന്നെ അതിനുശേഷം അതിനകത്തേക്ക് മാവൊക്കെ കുഴച്ചു, ഏകദേശം പരത്തി സെറ്റാക്കി. ഉള്ളിൽ മാവൊക്കെ വെച്ച് ഞങ്ങൾ കെറ്റിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. വെള്ളം ചൂടാക്കാൻ വെച്ച സമയത്ത് ഇത് എപ്പോൾ തിളയ്ക്കും എന്ന് പറഞ്ഞ് കാവലിരിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓരോരോ അടയായിട്ട് കെറ്റിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഏകദേശം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും വെന്ത് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലതായിട്ട് ടൈം എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഞങ്ങളുടെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട്, ഏകദേശം വെന്തോന്നറിയാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, അടിപൊളി റിസൾട്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയിൽ നല്ല സെറ്റായിട്ട് ഞങ്ങൾ അട കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഹോസ്റ്റലൈറ്റ്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കിഡ് വരുന്നു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ആ ഒരു ക്ലൈമറ്റും പറയണ്ടല്ലോ, നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള അടയും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. പിന്നെ ഞങ്ങളത് ഉണ്ടാക്കാൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇത് ഏകദേശം വെന്ത് ഞങ്ങൾ തിന്നലൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം 8-8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ചൂട് അടയൊക്കെ കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.